ഡൽഹിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മെട്രോ ആണ്. മെട്രോ സർവീസ് എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് പോകാവുന്ന ഒരിടമാണ്. അതുപോലെ ഇതിൻ്റെ പിറകിലൊരു മലയാളി ഉണ്ടെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു അഹങ്കാരം ഇല്ലാതില്ല. എല്ലായിടത്തും മെട്രോ സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് മെട്രോ ഉപയോഗിക്കാം. നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മെട്രോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ മെട്രോയിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് മെട്രോയുടെ ആപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് ആപ്പ് ഇല്ലാതാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെയൊക്കെ മാറിപ്പോകുന്നു ശ്രദ്ധിച്ച് നോക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല, അതുകൊണ്ട് എന്തൊക്കെ തെറ്റുകളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാം. ഇത് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ആ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഉള്ളിൽ കയറുക. ഉള്ളിൽ 11 രൂപയാണ് ആയിട്ടുള്ളത്. പക്ഷേ ഉള്ളോട്ട് കയറുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. എൻ്റെ പ്ലാറ്റ്ഫോം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആപ്പില്ലെങ്കിലാണ് പറയുന്നത്. ആപ്പുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്തൊരു കാര്യമാണ്. ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല, അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് വീഡിയോ മൊത്തം കാണിക്കുന്നത്. എനിക്കുണ്ടായ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ കയ്യിൽ സമയമുണ്ട്, വൈകുന്നേരം വരെ സമയമുണ്ട്. ഇതൊരു ഉച്ച സമയത്താണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് പോകാനുള്ള അടുത്ത ലൈനിലേക്കുള്ള വണ്ടി വന്ന് നമ്മൾ കയറി നമുക്ക് അടുത്ത ഈ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ ലൈന് മാറി കയറേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നടക്കാവുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ അത് ഇല്ല എങ്കിൽ ഇതേ കണ്ടില്ലേ, ഇതൊക്കെ സ്റ്റേഷൻസാണ് കാണിക്കുന്നത്. നമ്മളെവിടെ എത്തി, നമുക്ക് എത്ര പോകാനുണ്ട് എന്നൊക്കെ അതിൽ കാണിക്കും. ഏതെങ്കിലും ലൈനിലേക്ക് മാറി കയറണമെങ്കിൽ അതിനും അവിടെ കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകാൻ. അങ്ങനെ മറ്റൊരിടത്ത് വണ്ടി ഇറങ്ങി നമ്മൾ ബ്ലൂ ലൈൻ ചെക്ക് ചെയ്താണ് പോകുന്നത്. പക്ഷേ മാറിപ്പോയി, മറ്റൊരു വാഹനത്തിൽ കയറി. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ വണ്ടിയിൽ മാറി കയറിയും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവസാനം സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ടിക്കറ്റ് പ്രൈസ് ഇത്രയല്ലേ, നമുക്കിതിനിങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. നമ്മൾ എത്രയാണോ കൂടുതൽ ഓടിയിട്ടുള്ളത് ആ പ്രൈസ് നമുക്ക് അടുത്ത സ്റ്റേഷനിൽ അടിച്ചാൽ മാത്രം മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ തെറ്റിപ്പോകാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് വരുന്നവർക്കാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാണാം.